ചുമ്മാ ഇരിക്കണേ. അങ്ങനൊന്നും അല്ല അങ്ങളെ. ഈ വീടിന്റെ പകുതി ഷെയർ അച്ഛൻ അമ്പിളി ചേച്ചിക്ക് എഴുതി കൊടുക്കാന്ന് സമ്മതിച്ചിരിക്കാൻ. അമ്പിളി ചേച്ചി അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിരിക്കണം. എനിക്കെന്തായാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പോ ചീരിച്ചേച്ചി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അയ്യോ, ഞാൻ ഫൈറ്റിനൊന്നും ഇല്ലേ. അത് നീ തന്നെ അങ്ങ് ചെയ്താ മതി. എനിക്കിവിടെ എങ്ങനെയും ഒന്ന് ജീവിച്ച് പോണെന്നേ ഉള്ളൂ. അതിനൊരു തടസ്സം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവുകയില്ല. അതെ, അച്ഛനുള്ള കാലത്തോളം നിങ്ങൾക്ക് 5 മക്കൾക്കും ഇവിടെ തുല്യമായ സ്ഥാനം ഉണ്ടാവും. നിനക്കും അത് പോരേ? അല്ല അങ്ങളെ, അമ്പിളി ചേച്ചിക്ക് മാത്രം. അമ്പിളി ചേച്ചിക്ക് പാതി ഷെയർ കൊടുത്തതിനെതിരെ നീ ഫൈറ്റ് ചെയ്യാൻ പോയാ നിന്റെ അച്ഛൻ സ്വത്ത് മുഴുവനും മൂത്ത മോൾക്ക് എഴുതി കൊടുക്കും. ഇതാണ് എന്റെ സ്വയാർജിത സമ്പത്താ. അപ്പൊ നീ ഇവിടെ പോയി ഫൈറ്റ് ചെയ്യും. മോള് ഇവിടെ ഇരുന്ന് വഴക്കിനൊന്നും നിൽക്കാതെ ശബരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്. അതല്ലേ നല്ലത്? ഇന്ദിര. ശരി അങ്കിളെ. ശരി അങ്കിളെ. പോ. ശരി. ബാനുമ്മേ, ബാനുമ്മ ഒന്ന് നിൽക്കേ. ഭാനുമ്മയോ? അന്ന് നീ വിളിച്ചത് തള്ളേന്നായിരുന്നില്ലേ? പറ്റിപ്പോയി ബാനുമ്മ, തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. എന്നെ തള്ളേന്ന് വിളിച്ചത് നിന്നോട് ഞാൻ അപ്പോഴേ ക്ഷമിച്ചു. നിന്റെ വായിന്ന് ഞാൻ അത്രയല്ലേ കേട്ടുള്ളൂ. പക്ഷേ അനന്തമാഷും അനുപമയും ചീരും കൂടി കുഞ്ഞുങ്ങളെ എടുക്കാൻ വന്നപ്പോ നീ കാണിച്ച തെണ്ടിത്തരം ഉണ്ടല്ലോ, അതാരും മറക്കൂന്ന് നീ കരുതണ്ട. എന്റെ ബാനുമ്മ, പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി ഇല്ലാതാവുമ്പോഴാ മനുഷ്യന് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. ചീരു വന്ന് വണ്ടിക്ക് തലവെക്കാൻ പോയില്ലേ, അതുപോലെ എനിക്കും എന്റെ മനസ്സ് കൈവിട്ടപ്പോ ഞാൻ പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിച്ചാമ്പലാവാൻ നോക്കി. അത് മാത്രം എങ്ങനെയാ ബാനുമ്മ തെണ്ടിത്തരാവുന്നത്? എന്താ ബാനുമ്മ ഇവിടെ? എന്തു പറയാനാ മോളെ? ദാ ഓരോ വയ്യാവേലി വന്ന് കയറുകയെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും അനുപമ. നമ്മളാരും എല്ലാം തേഞ്ഞവരൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളെയോ അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാ. അച്ഛനും ചീരും ഇവിടെ ഇല്ലാന്ന് ഭാനുമ്മയ്ക്ക് പറയാറുന്നില്ലേ? അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും മോള് വന്നില്ലേ? നീ വീണ്ടും ഇവിടെ അന്വേഷിച്ചു വരുന്ന അവർക്കറിയാം. അതുകൊണ്ട് അച്ഛനും ചീരും ഇങ്ങോട്ട് വരാതെ അപ്പൊ തന്നെ നാട്ടിലേക്ക് പോയി. അച്ഛൻ ചിലപ്പോ പോയിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ ചീരു അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയില്ലെന്ന് എനിക്കറിയാം. ആർച്ചമോളെയും ഭദ്രമോളെയും ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തോളാനു. ചീരു എന്നോടൊന്ന് സംസാരിക്കാൻ തയ്യാറായ തീരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിലുള്ളൂ. അതിന് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, നീ അവളെ വിളിച്ച് സംസാരിക്കും. അല്ലാതെ ഇവിടെ വന്ന് ചീരുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഒന്ന് പോകാൻ നോക്ക് വിനിയ. ഇവിടെ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിന്നാ ശരിയാവില്ല. എനിക്കും അമ്മയും ഭാര്യയൊക്കെ ഉണ്ട് ബാനുമ്മ. സ്വന്തം ഭാര്യയെ മറന്ന് വേറെടുത്തെ തേടിപ്പോയ ചരിത്രമൊന്നും എനിക്കില്ല. അനുപമ, ഞാൻ വഴക്കിനും പ്രശ്നത്തിനൊന്നും വന്നതല്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചീരുവിനെ ഇന്ദ്രനും സത്യനും കൂടി പിടിച്ചോണ്ട് വന്നത് ഇവിടത്തേക്കാ. അതുകൊണ്ടാ ഞാൻ എൻ്റെ ഭാര്യ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. അതിനുശേഷം ചീരും ഞാനും അച്ഛനും കൂടെ നിന്റെ വീട്ടിലേക്ക് വന്നത് നീ മറന്നുപോയോ? അപ്പോഴും നിങ്ങൾ ഇവിടുന്ന് തന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ചീരുവിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല അനുപമ. വിനയനിവിടെ നിരാഹാരമായിരിക്കും. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. നീ ഇവനോട് ഇറങ്ങി പോകാൻ പറയാനോ? ഇത്ര വട്ടം പറയണം ബാനുമ്മേ. ഇരുന്ന് മടുക്കുമ്പോ സ്വയം ഇറങ്ങി പോയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വല്ലതും വിളിച്ചു പറയാം. ബാനുമ്മ വാ, വാതിലടയ്ക്കാം.
അതെ, അങ്ങനെ ഇരുന്ന് മുടക്കുമ്പോ ഇറങ്ങിപ്പോകുന്നവനല്ല വിനയൻ. ഞാൻ എവിടെ തന്നെ കാണും. ബഹുമാനപ്പെട്ട SHO അറിയുന്നതിലേക്കായി ജീവൻ രാജിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ മഞ്ചാടി എന്ന മാളവിക ആനന്ദൻ ബോധിപ്പിക്കുന്ന പുതിയ പരാതി. ജീവൻ രാജും ഞാനും തമ്മിലുള്ള കല്യാണം മുടക്കാൻ വേണ്ടി ചിലർ പണം മുടക്കാനും ചിലർ പണം വാങ്ങി ഞങ്ങളുടെ കല്യാണം മുടക്കാൻ തയ്യാറായതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. സുശീല എന്ന സ്ത്രീയാണ് കല്യാണം മുടക്കാൻ വേണ്ടി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടന്നത്. അവർക്ക് പണം ഓഫർ ചെയ്തത് ദേവദാസ് എന്ന ആളിന്റെ ഒത്താശയോടുകൂടി സച്ചിദാനന്ദന്റെ മകൻ ഗോകുൽ സച്ചിയാണ്. ഇവരുടെ ഈ ഗൂഢനീക്കങ്ങളെല്ലാം എന്റെ സ്വന്തം അച്ഛനായ അനന്തൻ മാസ്റ്റർക്ക് അറിയാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ മേൽപ്പറഞ്ഞ വ്യക്തികളെ ചോദ്യം ചെയ്ത് സത്യാവസ്ഥ തെളിയിക്കണമെന്നും ജീവൻ രാജിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തണമെന്നും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു എന്ന് മാളവിക ആനന്ദൻ. ആരാ ഇങ്ങനെ ഒരു പരാതി തരാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്? ജീവൻ രാജിന്റെ വീട്ടുകാരോ അതോ വേറെ ആരെങ്കിലോ? ആരുമല്ല സർ, ഇതെന്റെ മാത്രം തീരുമാനം. ജീവൻ രാജിനെ കാണാതായിട്ട് ഇത്രയും ദിവസമായില്ലേ. അവൻ കായലിൽ മുങ്ങി മരിച്ചെന്ന് ഇനി ഞാൻ വിശ്വസിക്കില്ല. പിന്നെ വള്ളം മറിഞ്ഞ അപകടം ഉണ്ടായെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്നാണോ? അന്ന് രക്ഷാപ്രവർത്തനത്തിന് പോലീസും കടവത്തുണ്ടായിരുന്നല്ലേ കുട്ടി? അതൊക്കെ ശരി തന്നെ സർ. പക്ഷെ ജീവൻ രാജ് ആ അപകടത്തിൽ മരിച്ചെങ്കിൽ ഡെഡ് ബോഡി എങ്കിലും കിട്ടേണ്ടതല്ലേ സർ? അതിപ്പോ അപൂർവമായിട്ട് ബോഡി കണ്ടെത്താൻ കഴിയാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ അപൂർവമായി കരുതാൻ എനിക്ക് പറ്റില്ല സർ.